എത്ര എവിടെയായി ഇങ്ങനെ പെണ്ണ് നോക്കാൻ വേണ്ടി പോകുന്നു. ഒരു പെൺകുട്ടികളും ശരിയാവണ്ടേ? അതിന് 10-30 വയസ്സായി. ചോദിക്കും പറയും അമ്മ എവിടെയെങ്കിലും ശരിയായോ ശരിയാവോ. ഗൾഫിൽ 100 പ്രാവശ്യം ഇങ്ങ് വിളിക്കും. ബ്രോക്കർമാർ കൊണ്ടുവരുന്നതോ എങ്ങനത്തെങ്കിലുമൊക്കെ ഓരോ പെൺകുട്ടിനെ. ഇനിയിപ്പോ ഒരാൾ വരാന്ന് പറഞ്ഞു, ഇത്ര നേരം എത്തിയിട്ടില്ലേ? നേരം തുടങ്ങി. നിനക്ക് എത്ര പെൺകുട്ടികൾ ബ്രോക്കർ കൊണ്ട് കാണിച്ചു തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നേ. അങ്ങനെ കിട്ടിയതിന് ഏതെങ്കിലും ഇഷ്ടപ്പെടണമെങ്കിലേ അങ്ങനെ എൻ്റെ മോൻ സാധാരണ ഒരു ജോലിക്കാരനായിരിക്കണം. ഗൾഫിലെ നല്ല ശമ്പളം വാങ്ങുന്ന കുട്ടിയാണ്, നല്ല ശമ്പളം വാങ്ങുന്നത്. ഇവിടെ എല്ലാവരും ശമ്പളം വാങ്ങുന്ന മോനാ. അപ്പൊ അവന് കിട്ടുമ്പോൾ നല്ലൊരു പെൺകുട്ടിയായിരിക്കണം, നല്ല ജോലി വേണം, നല്ല പൈസക്കാരായിരിക്കണം, കിളി പോലത്തെ പെൺകുട്ടിയായിരിക്കണം എൻ്റെ മോന് കിട്ടുന്നത്. എന്റെ ഏതെങ്കിലും കാണിച്ചു തന്നെ കണ്ടേ അത് മതി പറയുന്നെങ്കിലേ ഈ വനത്തെ സമ്മതിക്കില്ലേ? നീ പറയുന്നതൊക്കെ നടക്കണല്ലേ? അത് കുറെ കാലം കഴിയും. അതാരാ ബെല്ലടിക്കുന്നു? ഇതായത് തോപ്പിക്കാം. വഞ്ചി അവിടെ സംസാരിച്ചോണ്ടിരിക്കുക. കേൾക്കാറ് ഞാൻ എത്ര നല്ല ആലോചനയായിട്ട് ഇവിടെ വരുന്നത്. നിങ്ങളെ വനരേച്ചിക്ക് ഇഷ്ടപ്പെടണ്ടേ? ഇപ്പൊ നല്ലൊരു ആലോചനയായിട്ടാവും നല്ലൊരു കുട്ടീനെയും കൊണ്ട് അവിടെ വന്നിരിക്കുന്നത്. ഇതും നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ വേറെ ആളെ നോക്കുക. അവളങ്ങനെയാണ്. ഇപ്പൊ നല്ലൊരു ബന്ധമല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. വഞ്ച നീ ഇങ്ങോട്ട് വാ. എന്താ വനജ ഇങ്ങോട്ട് വാ പറഞ്ഞത്? ഓ, തൗഫിക്ക് ആലോചന കൊണ്ട് വന്നായിരിക്കും അല്ലേ? എത്ര എണ്ണം കൊണ്ടുവന്ന്, 1 രൂപ ഇല്ലാത്തതല്ലേ? ഇതെങ്ങനെയുണ്ട്? കുട്ടി നല്ലതാണോ? വനരേച്ചിയെ, ഇത് നല്ല കുട്ടിയാണ്, നല്ല തറവാട്ടിലുള്ള കുട്ടിയാണ്, നല്ല കുടുംബത്തിലുള്ളതാണ്. ഇതും ഇനി വേണ്ട നിങ്ങൾ പറഞ്ഞാണെങ്കിൽ എനിക്ക് വേറെ നോക്കാൻ പറ്റൂല. നിങ്ങൾ വേറെ ആളെ നോക്കിക്കോളൂ. 5ന്റെ പൈസ എടുത്ത് തരികയില്ല. പൈസ 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 മാത്രം സംസാരിച്ചാൽ മതിയോ? ആദ്യം കല്യാണം ശരിയാക്ക്, പിന്നെ വെറും കുട്ടി പോരാ. എൻ്റെ മോന് നല്ല ജോലിയാണ് ഗൾഫിൽ. അത് വരുമ്പോ എല്ലാത്തിനും ഞാൻ പറയലില്ലേ. പിന്നെ പെൺകുട്ടിക്ക് നല്ല ജോലി ഉണ്ടാവണം. ജോലി ഉണ്ടോ? ജോലി ഉള്ളത് നോക്കിയാൽ മതി. ആണിനും പെണ്ണിനും ജോലി ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റും. ഇപ്പൊ പെൺകുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ അവൾക്ക് നല്ലൊരു ജോലി ശരിയാവും. ഇനി തുടർന്ന് കല്യാണത്തിന് ശേഷം ബാക്കി നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? അതൊന്നും തൗഫിക്ക് ഓർക്കണ്ട. പഠിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. എത്ര ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റും അത്രയും ഞങ്ങൾ പഠിപ്പിക്കാം. ഇഷ്ടം പോലെ എൻ്റെ മോന് ശമ്പളം ഉണ്ട്. പിന്നെ പഠിപ്പിക്കുന്നതിന് എന്താ, നല്ല കുടുംബത്തിലെ കുട്ടിയാണെങ്കിൽ അത് നമുക്ക് നോക്കാം. നോക്കട്ടെ, പെൺകുട്ടിയുടെ പിന്നെ ഫോട്ടോ ഉണ്ടോ? ഒന്ന് കാണിച്ചു തന്നെ. ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ട്, ഇതാ കാണിച്ചു തരാം. ഇതാണ് കുട്ടി, നല്ല കുട്ടിയാ. ഇതാണ് ചേച്ചി, നോക്ക് കുട്ടി ഇതാണ്. ഇതെന്താ ഒരു മാതിരി തടി ഉണ്ടോന്നൊരു സംശയം കൂടിയോ? തടി അതില് കാണുമ്പോ ഒരു ചന്തമൊക്കെ ഉണ്ട്. ഇനിയിപ്പോ അവിടെ പോയി നോക്കി എങ്ങനെയോ അല്ലേ? നോക്കാം. നല്ല കുട്ടിയാ. എല്ലാം നല്ല കുട്ടി എന്നല്ലേ പറഞ്ഞേന്ന്. അവിടെ പോയി നോക്കുമ്പോഴല്ലേ ഓരോന്നിന്റെ കോലം അറിയണത്. അതാണ് നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടൂല. ഞാൻ ഇത്ര ബന്ധങ്ങളിലൂടെ കൊണ്ടുവന്നു, അതാണ് പ്രശ്നം. ഇതിപ്പോ കുഴപ്പമില്ല തോന്നുന്നു. എങ്ങനെ പൈസയൊക്കെ ഉണ്ടോ കുടുംബത്തില്? കുടുംബം അത്യാവശ്യം നല്ല ചുറ്റുപാടൊക്കെ തന്നെയാണ്. സ്വന്തം കാറൊക്കെ ഉണ്ടോ? കാറും സംഭവമൊക്കെ ഉണ്ട്. ഈ പഠനത്തിന്റെ കാര്യം മാത്രമേ പ്രശ്നമുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തുടർന്നുള്ള പഠനം നിങ്ങൾ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഓർക്കണ്ട. നമ്മൾ എത്ര വേണമെങ്കിലും പഠിപ്പിക്കും. നല്ല ജോലി ആയിരിക്കണം കിട്ടണത്. അത് നോക്കണ്ട. എന്നാ വലിയ കുഴപ്പമില്ല. പിന്നെ സുധേട്ടാ, ഒരു കാര്യം ചെയ്താലോ? ഇന്ന് തന്നെ ഒന്ന് കയ്യോടെ പോയി പെൺകുട്ടിനെ ഒന്ന് കണ്ടിട്ട് വന്നാലോ? അല്ല, ഞങ്ങൾ ഇന്ന് തന്നെ വരട്ടെ എന്ന് കാണേ. എപ്പോഴും ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം, അവരടുത്ത് വിളിച്ചു പറയാം. സുധേട്ടാ എന്നാ പിന്നെ പോയിക്കോളൂ. ചുറ്റുപാടുള്ള ആൾക്കാർ അത്ര നല്ലതല്ലേ? മുടക്ക് നല്ല നല്ല ബന്ധങ്ങൾ എടുത്തുണ്ട്. ഇത് ഇവിടെ നല്ല എല്ലായിടത്തുണ്ട്. നമ്മളെ കുറച്ച് ഒരുപാട് അസൂയാണ്. നന്നായി പോയി പറഞ്ഞിട്ട് ആൾക്കാർക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല. നല്ല കാര്യവും ഇതിനാരും ഒരു സപ്പോർട്ടില്ല. ഇല്ല, ഞങ്ങൾ എൻ്റെ മോൻ ഗൾഫിൽ പോയി ഒരുപാട് കഷ്ടപ്പെട്ട് 10 രൂപ ഉണ്ടാക്കുന്ന ഇവിടുത്തെ ആൾക്കാരുടെ അസൂയ കൊണ്ട് സഹിക്കാൻ വയ്യ. കല്യാണം കഴിക്കുമ്പോ അറിഞ്ഞാൽ മതി. ഞങ്ങൾ അതിപ്പോ തന്നെ റെഡി ആയിട്ട് വരാം. വിളിച്ച് പറയാം അവരോട്. സുഖട്ടങ്ങ് വരി, റെഡി ആവുക. അല്ല, ഇന്നെ പോകണം. അവരവിടെ ഉണ്ടാവോ? ഇവിടെ കുറച്ച് ബേജാറ് കൂടുതലാ. നമുക്ക് ഇപ്പം തന്നെ പോകാം. ഇന്ന് ഞായറാഴ്ച അല്ലേ? ഇന്ന് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാകും. എന്തേ അവിടെ? നിങ്ങൾക്കല്ല പെണ്ണ് കാണാൻ പോകുന്ന മോനാണ്. എന്തൊരു ഒരുക്കും അറിയാം. എവിടെയെങ്കിലും പോകുമ്പോ ഒരുങ്ങി മൂപ്പര് പെണ്ണുങ്ങളുടെ കയ്യില് മേടിയ. ഹലോ, ഒന്ന് താഴേക്ക് ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങിയേ. തൗഫിക്കേ, നമുക്ക് ഇറങ്ങാ. വന്നു ഞാന് വന്നു ചേച്ചിയെ, കാറുണ്ടോ? നമ്മളിങ്ങനെ പോവുക. കാറോ?
ഇത്രയും ദൂരെ കാർ പിടിച്ചുകൊണ്ട് പൈസ എത്ര വേണം പറഞ്ഞറിയാം? ഒരു കാര്യം ചെയ്തല്ലോ, ബസ്സിന് പോയ പോരെ, KSRTC ബസ്സിൽ പോയി അവിടെ പോയി ഇറങ്ങാലോ. ബസ്സിനാണോ പെണ്ണ് കാണാൻ പോകുന്നത്? നിങ്ങളല്ലേ പെണ്ണിന്റെ വീട്ടിൽ കാറുണ്ടെന്ന് ചോദിച്ചത്? നിങ്ങൾ ടാക്സി വിളിക്കേ. ടാക്സി പിടിക്കാനോ? പൈസ എത്ര വേണമെന്ന് പറഞ്ഞിട്ടാ? നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇനിയിപ്പോ അവിടെ കാറൊക്കെ ഇടുന്നല്ലേ പറഞ്ഞത്, അയ്യാ സുമേഷിന്റെ കാറങ്ങ് വിളിക്ക്. വേണ്ട അവൻ പൈസ കൂടുതൽ ചോദിക്കും. ആ രവിന്റെ കാറ് വിളിക്ക്. ഞാൻ വിളിക്കാം, നിങ്ങൾ വിളിച്ചിരുന്ന ആവില്ല. ആ ഹലോ രവി, ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, നിന്റെ കാറൊന്ന് കൊണ്ടുവാ. ആ ഉണ്ടോ, വീട്ടിലുണ്ടോ? ആ ഒന്ന് വേഗം ആയിക്കോട്ടെ, ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ്. പിന്നെ പൈസയെ കുറച്ച് പറയണം കേട്ടോ, അത് എൻ്റെ മോൻ ഗൾഫിൽ അയച്ചു വിടും. ആയിക്കോട്ടെ ശരി എന്നാ പോവുക. കാറ് വരുന്നുണ്ട്, ഇനി പത്രാസിനൊരു കുറവ് വേണ്ട. നമ്മുടെ സ്വന്തം കാറാണ് പറഞ്ഞാൽ മതി, അത് വാടകക്കാരെന്ന് എഴുതിയിട്ടില്ല. വരി. ഈ ഷർട്ടാണോ ഇടുന്നത്? ഇങ്ങനെയാണ് ഒരുങ്ങുമ്പോൾ എന്തെങ്കിലും 1 രൂപ കടാവും. സമയം എന്നാ വരി. ഒന്ന് ഇറങ്ങി എന്താക്കുക? എന്താ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? അല്ലേട്ടാ, കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമല്ലേ ആയുള്ളൂ, അപ്പോഴേക്കും ഏട്ടൻ തിരിച്ചു പോവുക. എനിക്കാകെ 1.5 മാസത്തിലേ ലീവ് കിട്ടിയിട്ടുള്ളൂ. ആ 1.5 മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കല്യാണം കഴിഞ്ഞ് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനില്ലേ, അതൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് സമയം കഴിയും. അത് വിഷയമാക്കണം. ഞാനൊരു 5-6 മാസം കൂടി തിരിച്ചു വരില്ലേ. പിന്നെ ഇവിടുത്തെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇവിടെ അമ്മ എന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. എന്നെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ അതിൽ കൂടുതൽ നിന്നെ സ്നേഹിക്കും. അതൊന്നുമല്ല ഏട്ടാ, അമ്മനെ കുറിച്ചൊന്നും എനിക്ക് പേടിയില്ല. അമ്മ പാവുക, അതെനിക്ക് മനസ്സിലായി. പക്ഷെ 1 മാസമല്ലേ നമ്മൾ ഒരുമിച്ച് നിന്നുള്ളൂ. ഇനിയിപ്പോ 6 മാസം കഴിയണ്ടേ ഒന്ന് കാണാൻ? അത് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമാവുക. ഒരു 6 മാസമല്ലേ, അത് ഇതാന്ന് പറഞ്ഞാൽ പോകും. അത് കഴിഞ്ഞിട്ട് നിന്റെ കോഴ്സ് കഴിയും, അതിൻ്റെ ഇടയിൽ അത് കഴിപ്പിച്ച് അവിടെ പോയി ജോലി ചെയ്യാലോ. നിന്റെ പഠിപ്പിന് വേണ്ടി മാത്രമാണ് ഞാൻ നിനക്കിപ്പോൾ കൊണ്ടാവാത്തത്, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയിനും. വാ, പോകാൻ സമയം. ഇവൻ എന്താക്കുക അവിടെ? ടാക്സ് കൊണ്ട് നേരം എത്രയായി? അച്ഛനവിടെ പോയി നിൽക്കുന്നത് 1/2 മണിക്കൂറായി. എന്ത് സംസാരിക്കാനാവോ? കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായി. രണ്ടും അങ്ങോട്ടും പോക്കും വരവന്നെ. ഒരു നേരം ഇവിടെ വീട്ടിൽ പണിയെടുത്തവരെ ഒന്നിനും അവൾ ഇരുന്നിട്ടില്ല. എപ്പോഴും ഓരോ സ്ഥലത്തേക്ക് പോകും. അമ്മേ, അച്ഛനെവിടെ? മോനെ, അച്ഛൻ കാറിന്റെ അടുത്ത് പോയിട്ട് 1/2 മണിക്കൂറായി നിൽക്കും. അമ്മയ്ക്ക് വല്ലാത്ത വിഷമമുണ്ട്. കല്യാണം 1 മാസമല്ലേ ആയിട്ടുള്ളൂ. എന്റെ മോൻ ആ കുട്ടിയിട്ട് പോകുമെന്ന് പറയും. അവർക്ക് സഹിക്കാൻ വയ്യ, എന്ത് ചെയ്യാന്? ജോലിയല്ലേ. മോളെവിടെ? എന്ത് ചെയ്യാനമ്മേ, 6 മാസം കഴിഞ്ഞ എൻ്റെ ലീവ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമല്ലോ. അപ്പോഴത്തേക്കും മൃദുവിൻ്റെ പഠിപ്പും കഴിയും. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരുമിച്ച് തിരിച്ചു പോകാമല്ലോ. അമ്മ അവളെ നല്ലപോലെ നോക്കണേ. അവൾക്ക് അടുക്കളയിലൊന്നും കയറി വലിയ പരിചയമില്ലാത്ത. മോൻ എന്താ അമ്മൻ്റെ അടുത്ത് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യണത്? അമ്മയ്ക്ക് അറിയില്ലേ? നീ ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്ത് മോനാണോ അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് പോയത്? അമ്മയല്ലേ എല്ലാം ആകെ പാത്രത്തിലാക്കി അടച്ചു തന്നിട്ട് ബാഗിൽ വെച്ച് തരുന്നത്. അതുപോലെ തന്നെ എൻ്റെ മോളും, മോനെ പോലെ തന്നെയാണ് എൻ്റെ മോളും. മോൻ ടെൻഷനേ അടിക്കേണ്ട, അവൾ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. അവൾ എൻ്റെ സ്വന്തം മോളാണടാ, എൻ്റെ മരുമോളല്ല. ടെൻഷൻ അടിക്കാണ്ട് അങ്ങ് പോയിക്കേ. എന്നാ ശരി അമ്മേ, അമ്മ നല്ലപോലെ നോക്കുന്ന എനിക്കറിയാം. അമ്മ, അച്ഛൻ അവിടെ അല്ലേ? പിന്നെ നീ എന്ത് നോക്കി നിൽക്കുക അവിടെ? അവൻ പോയില്ലേ? അവിടെ എത്തുന്നവരെ നോക്കി നിൽക്കാൻ പാടില്ല, അത് ദോഷമാണ്. കേറ്, അടുക്കള 100 കൂട്ടം പണിയുണ്ട്. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട്. ഇവിടെ ഇരിക്കാൻ മനസ്സിലായില്ല. ഇതുവരെ 1 മാസം 2 കൂടി വരച്ചില്ല. ഒരു പണി എടുത്തിട്ട് ഇവിടെ പണിയെടുക്കണം. അവൻ പറയുമ്പോൾ അമ്മയെ നോക്കി പറഞ്ഞാൽ പറ്റില്ല. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ഇതുവരെയും ചെയ്തത്. നീ എന്നെ ഒക്കെ സഹായിക്കണം. ഇങ്ങോട്ട് വാ.
എന്താ അമ്മ ഞാൻ ചെയ്യണ്ടേ? എനിക്ക് പണിയൊന്നും അറിയത്തില്ല. എന്ത് പറഞ്ഞിട്ട് ഇവിടെ കല്യാണം കഴിച്ചു വിട്ടത് നിന്റെ അച്ഛനും അമ്മയും? ഒരു പണി അറിയില്ല അത്ര. ഇത്രയും വലിയൊരു പെണ്ണായിട്ട് ഇവിടെ എല്ലാ പണിയും ചെയ്യണം. ചോറും കറിയും ചായയും എല്ലാം ഉണ്ടാക്കണം. ഇനി ഞാൻ ഒരു പണി എടുക്കില്ല. പണിയെടുത്ത് പണിയെടുത്ത് എനിക്ക് മതിയായി. ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ നീ നോക്കണം. പിന്നെ മെഷീനിൽ തുണി ഇടണ്ട. തുണി മുഴുവൻ എടുത്ത് കല്ലിലിട്ട് അലക്ക്. അപ്പൊ വെറുതെ ആവാൻ പോകുമ്പോ കാണിക്കാൻ വേണ്ടി ഞാൻ മെഷീനിലിട്ട് വെച്ചിട്ടുണ്ട്. മെഷീനിൽ അലക്കി കഴിഞ്ഞാൽ കറണ്ട് ബില്ല് ഒരുപാടോ. അതൊക്കെ എന്റെ മോൻ ഒറ്റയ്ക്ക് തന്നെ കെട്ടണം. നീ പോ, പണിയെടുക്ക് പോ. തുണി മുഴുവൻ എടുത്ത് കല്ലിട്ട് അലക്ക്. പിന്നെ ഓരോരോ പണി ഇവിടെ ഞാൻ പറഞ്ഞു തരാം. കഴിയുമ്പോൾ ചോദിച്ചാൽ മതി എന്താ ചെയ്യേണ്ടി എന്നുള്ളത്. വിളിക്കുന്നു. ഓ, ചക്കനെ വിളിക്കാൻ കൊണ്ടൊരു സമയം. ആ മോനെ, മോന് സുഖമാണടാ. മോള് പാവം ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഭാഗത്തുനിന്ന് ഇങ്ങനെ പുറത്ത് ഇറങ്ങിയിട്ടില്ല. ക്ലാസ്സിൽ പോകുവേ? ഇന്ന് പോകണം പറഞ്ഞോ? അതിനിപ്പോ എന്താ മോനെ, അമ്മ എല്ലാ പണിയും ചെയ്തിട്ടുണ്ട്. മേലെയാണെന്ന് തോന്നുന്നു. അന്ന് റെഡിയാവുമായിരിക്കും. നീ എന്തിനാടാ ടെൻഷൻ അടിക്കുന്നത്? എന്റെ മോളെ ഒന്നും ഞാൻ ചെയ്യിപ്പിച്ചില്ല. എല്ലാം വെച്ച് ഒരുക്കി അവളുടെ അടുത്ത് കൊണ്ട് കൊടുക്കല അപ്പൊ അമ്മ. മോൻ ടെൻഷൻ അടിക്കണ്ട. ആയിക്കോട്ടെ. മോളെ, ഇത് അവൻ വിളിക്കുന്നു കേട്ടോ. ശരി മോനെ, നീ അതിലേക്ക് വിളിച്ചോ. ശരി. അമ്മ എത്ര പണിയെടുത്താലും ഒരു പ്രശ്നവുമില്ല. ഭാര്യ പണിയെടുക്കണ്ട. ഇന്ന് കാലത്ത് ഒരു ചെക്കന്മാരിന്റെ ഒരു കാണിക്കല് കാണുമ്പോ ഇനിയിപ്പോ അത് മതി അവൾക്ക്. പഠിക്കാൻ പോണത്രേ. എടേ, ആ തുണികൾ കൊണങ്ങാനിട്ടുണ്ടെങ്കിൽ താഴെ വാ. അമ്മേ, ഞാൻ ക്ലാസ്സിന് പോട്ടെ? ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് പോവാൻ. എല്ലാ പണിയും ഒരുങ്ങിയിട്ടുണ്ട്. മേലെ തുണിയൊക്കെ വിരിച്ചിട്ടുണ്ട്. വന്നിട്ട് ഞാൻ മടക്കി വെച്ചോളാം. എന്ത് പഠിക്കാൻ പോകെ? അതെ, അവൻ വിളിച്ചപ്പോ ഞാൻ മര്യാദക്ക് പറഞ്ഞതാ, പഠിക്കാൻ പോകണേ പോയിക്കോട്ടെന്ന്. ഇവിടെ നിന്ന് ഒരാളും പഠിക്കാൻ പോകണ്ട. നിന്നെ പഠിക്കാൻ കൊണ്ടുപോകാനല്ല ഞങ്ങൾ ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. നിനക്ക് ഇവിടെ ഇഷ്ടംപോലെ പണിയുണ്ട്. പണിയല്ലേ വേണ്ടിയുള്ളൂ? വീട്ടിൽ ഇഷ്ടംപോലെ പണിയുണ്ട്. പിന്നെ നിന്റെ ശമ്പളം കൊണ്ടൊന്നും വേണ്ട ഇവിടെ ചെലവ് കഴിയും. എന്റെ മോന് ഗൾഫിൽ നല്ല ശമ്പളമുള്ള പണിയാ. അത് മതി ഞങ്ങളുടെ കുടുംബം കഴിയാൻ. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന് പഠിപ്പ് കംപ്ലീറ്റ് ചെയ്യാന്നല്ലേ അന്ന് പറഞ്ഞത്. ഇപ്പൊ എന്താ ഇങ്ങനെ പറയുന്നേ? 5 മാസം കൂടി ഈ കോഴ്സ് ഉള്ളൂ. എത്ര പൈസ കൊടുത്ത് ചേർന്ന് അറിയാൻ ആ കോഴ്സിന് പഠിക്കാനായിട്ട്? കല്യാണത്തിന് മുൻപേ ഞങ്ങൾ പലതും പറയും പഠിപ്പിക്കാന്നൊക്കെ. ഞങ്ങളുടെ വീട്ടിലോട്ട് പഠിപ്പിക്കാനൊക്കെ ഞങ്ങളുടെ ഭ്രാന്തുണ്ടോ പൈസ ചെലവാക്കിയിട്ട്? നിന്റെ കോഴ്സിന് കംപ്ലീറ്റ് നീ പൈസ കട്ടിട്ടുണ്ട്. ബസ്സിന് വേണ്ട നിനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ. 1 രൂപ ഇവിടെ തരുമില്ല. നീ ഇവിടെ പഠിക്കാൻ പോകൂല്ല. ഇവിടെ സ്ഥലങ്ങൾ അത്ര നല്ലതല്ല. വരാനും പോകാനൊക്കെ ബുദ്ധിമുട്ടാ. ഇവിടുത്തെ നേരം വൈകി തെരഞ്ഞു വരാൻ ഇവിടെ ആളില്ല. എന്റെ മോനോട് ഇല്ലാത്തതല്ലേ. പിന്നെ അവന്റെ അച്ഛനോ രാവിലെ പണിക്കോ രാത്രിയെ വരുള്ളൂ. ഇതൊക്കെ കൂടി ആലോചിച്ച് നോക്കുമ്പോൾ നീ പഠിക്കാൻ പോകണ്ട. ഇവിടെ ഇരിക്കും മോളെ. ഇഷ്ടം പോലെ പണിയില്ലേ? എനിക്ക് വയ്യ പഠിത്ത പണിയൊന്നും ചെയ്യാൻ. നമുക്ക് രണ്ടാൾ കൂടി കഥയും പറഞ്ഞു ഇവിടെ ഇരിക്കാം. അമ്മേന്റെ കൂടെ കഥ പറഞ്ഞിരിക്കാനാണോ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് കൊണ്ടുവന്നേ? അങ്ങനെയാണെങ്കിൽ എന്റെ ഏട്ടന്റെ കൂടെ പോയാൽ പോരായിരുന്നോ? പിന്നെ ഇവിടുത്തെ ആൾക്കാരൊന്നും ഒരു കുഴപ്പമില്ല. ഏട്ടനോട് പറഞ്ഞതാ ഇവിടെ ഒരു കുഴപ്പമില്ല, പഠിക്കാൻ പോവാന്നൊക്കെ. ഈ പഠിപ്പ് പൂർത്തീകരിച്ചാ എനിക്ക് എത്ര നല്ല ജോലി അറിയാൻ കിട്ടാൻ പോകുന്നേ. ഈ ജോലി കിട്ടി എനിക്ക് ഏട്ടന്റെ ഒപ്പം പോയി ജോലി ചെയ്യാലോ. നമ്മളെ കുടുംബത്തിനല്ലേ നല്ലത് ഈ ജോലി കിട്ടിക്കഴിഞ്ഞാല്. നീ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നീ പഠിക്കാൻ പോകില്ല. അത് വന്ന് നീ കാത്തിരിക്കും വേണ്ട. മീൻ വന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. മുറിച്ച് കറി ഉണ്ടാക്കും. അറിയില്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് കാണിച്ചു തരാം. നടക്കുന്നു. ഇവളെവിടെ എന്തെടുക്കുക? മൃദു, നീ ഇവിടെ എന്തെടുക്കുക റൂമില്? ഇന്ന് പുറത്തേക്ക് വാ. ഇവിടെ 100 കൂട്ടം പണി കിടക്കുന്നു. ഏത് നേരവും ഭർത്താവ് ഗൾഫിൽ പോയി പറഞ്ഞ അവൾ റൂം കുറച്ചങ്ങ് ഇരിക്കേനെ. ഇതാര് തൗഫിക്ക? ഇതെന്താ കല്യാണം എല്ലാം കഴിഞ്ഞല്ലോ, പിന്നെന്താ ഇനി ആർക്ക് പണിണ്ടാക്കാൻ വന്നതാ? ഈ പെണ്ണുണ്ടാക്കാനോ? ഒന്നുണ്ടാക്കിയിട്ടേ എനിക്ക് മതിയായി. എല്ലാ പണി തേച്ചേ. നിങ്ങൾ എന്തൊക്കെയാണ് ഈ കുട്ടിനെ പറയുന്നത്? അയ്യോ, ഞാൻ ആ മോളെ എന്ത് പറയേ? ഞാൻ അവളുടെ പൊന്നു പോലെയാ നോക്കുന്നത്. നല്ലൊരു കുട്ടിയാണ് കേട്ടോ. എന്ത് പറഞ്ഞാലും അനുസരിക്കും. അവൾക്ക് അനുസരണം കുറച്ച് കൂടിപ്പോയി. കാരണം അത് അവൾ നല്ല വീട്ടിൽ കുട്ടിയായത് കൊണ്ട്. നിങ്ങൾ പഠിപ്പിക്കാന്ന് പറഞ്ഞല്ലേ അവളെ ഈ ബന്ധത്തിന് ഞാൻ നിന്നത്?
എന്തുകൊണ്ട് നിങ്ങൾ പഠിപ്പിച്ച? അതിന് മറുപടി നിങ്ങൾ പറഞ്ഞല്ലേ പറ്റുള്ളൂ. അവരെ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് കാര്യങ്ങൾ. അതിന് പഠിപ്പിക്കണ്ടെന്ന് ഞങ്ങൾ പറയുന്നുണ്ടോ? ഞാൻ ദിവസം പറയണു എന്റെ മോനും ഗൾഫിൽ നിന്ന് വിളിക്കണം, അമ്മയെ കുട്ടനെ പഠിക്കാൻ പിടിയെന്ന്. ആ പെൺകുട്ടിക്ക് പഠിക്കാൻ പോകാൻ ഇഷ്ടമല്ല എന്ന് ഞാൻ. മോളെ, നീ എന്താ പഠിക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്? നീ പഠിപ്പ് തുടരാൻ പറഞ്ഞല്ലോ ഇങ്ങോട്ട് വന്നത്. നിന്റെ വീട്ടുകാർ എനിക്ക് സ്വൈര്യം തരുന്നില്ല. ഇല്ല, എനിക്ക് പഠിക്കണം, എനിക്ക് പഠിപ്പ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ എന്നെ ഇവിടുന്ന് വിടുന്നില്ല അമ്മ. ഇവിടെ പണിയെടുക്കാൻ ആളില്ലാന്ന് പറഞ്ഞിട്ട് എന്നെ വിടുന്നില്ല. കൈ വേദന കാല് വേദന എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിടുന്നില്ല. നല്ല ആളെ വന്ദിച്ച് നിങ്ങൾ ഒന്നുകിൽ നിങ്ങളെ കുട്ടിയെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പൊ നിങ്ങളെ അടിമപ്പണി ചെയ്യാനല്ല ഞാൻ ഈ ബന്ധം കൊണ്ടുവന്നത്, മനസ്സിലായല്ലോ? മോളെ, എനിക്കിപ്പം മനസ്സിലായി നീ എന്താ പഠിക്കാൻ പോകത്തുള്ളൂ. ഈ വിവരം ഞാൻ നിന്റെ വീട്ടുകാർക്ക് പറയാം. നീ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കും. ഞാൻ പോകാം. തൗഫീഖ്, ചായ കുടിച്ചിട്ട് പോവാ. നിങ്ങൾ ചായയും വേണ്ട, ഒന്നും വേണ്ട. ഏട്ട വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടില്ലല്ലോ. ഏട്ട വിളിച്ചു. ഹലോ ഏട്ടാ. ആ ഏട്ടാ, ഞാനിവിടെ തുണി ആറിട്ടുകൊണ്ട് നിൽക്കുക. താഴെ കല്ലിലിട്ട് എല്ലാം അലക്കി ഞാനിതിപ്പോ എല്ലാം മേലെ കൊണ്ട് വിരിച്ചു വെച്ചിട്ടുണ്ട്. ആ ഇല്ല ഇല്ല ഏട്ടാ, അമ്മ വാഷിംഗ് മെഷീനിൽ ഇടണ്ടെന്നാ പറഞ്ഞത്. ഡ്രസ്സൊന്നും ഇല്ല, ക്ലാസ്സിന് പോയിട്ടില്ല. അമ്മ ക്ലാസ്സിനൊന്നും പോണ്ടെന്നാ പറഞ്ഞത്. ഇല്ല 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 ഏട്ട, ഫോൺ വെച്ചോ. ഇനി അമ്മ വന്ന് കണ്ടു കഴിഞ്ഞാൽ ചീത്ത പറയും എന്നെ, ഫോൺ ചെയ്തിരിക്കാന്ന് പറഞ്ഞിട്ട്. ശരി എന്നാ, ഞാനേ പണികളൊക്കെ നോക്കട്ടെ. ശരി. ഇവള് മേലെ കുറച്ച് തുണിയും കൊണ്ടുപോയിട്ട് 1 മണിക്കൂറായല്ലോ. അവിടെ എന്തെടുക്കുക? മൃദു, എടി മൃദു, നീ ഇവിടെ എന്തെടുക്കുക? അല്ല, ഇതെന്തിനാ ഫോൺ ഇവിടെ മേലെ കൊണ്ട് വെച്ചിരിക്കുന്നത്? എന്നെ കാണാൻ നിന്റെ വീട്ടുകാരെ വിളിച്ചിട്ടുള്ള കുറ്റങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കാനാ? ഇല്ലമ്മേ, ഞാൻ വീട്ടിലൊന്നും വിളിച്ച് കുറ്റം പറഞ്ഞിട്ടില്ല. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, ഏട്ടൻ വിളിച്ചാലോ എന്ന് വെച്ച് കൊണ്ടുവച്ചതാ ഫോൺ അവിടെ. ഇന്ന് വെള്ളിയാഴ്ച ആണെങ്കിലേ ആകെപ്പാടെ ആഴ്ച ഒരു ദിവസം എന്റെ മോൻ ലീവ് കിട്ടുന്നത്. അവരോട് സമാധാനത്തെ അവന്റെ കൂട്ടുകാരന്മാരും ഒത്ത് ഇരുന്നോട്ടെ സന്തോഷത്തില്. നീ ഇങ്ങനെ വിളിച്ചെന്റെ കണ്ണീരും കള്ളത്തരവും പറഞ്ഞിട്ടേ അതിന്റെ മോനിട്ട് വെറുപ്പിക്കണ്ട. എന്നെ എന്റെ മോനെ കൂടി പിരിപ്പിക്കാൻ പറ്റാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അവൻ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാൻ ഇഷ്ടമല്ല മാത്രം നീ പറഞ്ഞാൽ മതി. നീയേ അവനെ വിളിക്കണ്ട. ആ ഫോണങ്ങ് ഞാൻ എടുത്തു. നീ വേഗം തുടച്ചു കഴിഞ്ഞിട്ട് 5 മിനിറ്റ് താഴേക്ക് ഇറങ്ങ്. അവിടെ പത്രി ഉണ്ടാക്കണം. അച്ഛന് പുട്ട് ഇഷ്ടമല്ലാത്രേ. പത്രിയും കടലക്കറി ഉണ്ടാക്ക്. നീ ഒന്ന് വേഗം ഇങ്ങോട്ട് വാ. തുടച്ചുകൊണ്ട് നിൽക്കണല്ലോ അവിടെ. ഓ, പപ്പായ പഴുത്തിട്ടും ഇല്ല. പഴുത്തത് വാങ്ങാൻ പറഞ്ഞ അമ്മേ, കറി എന്താ ഉണ്ടാക്കണ്ടേ? കറി എന്താ ഉണ്ടാക്കണ്ടേന്നാ? 3 മാസം എന്റെ മോൻ ഇവിടെ പോയിട്ട് 5 പൈസ അയച്ചിട്ടുണ്ടാവും. അതെന്താ എല്ലാ മാസവും നല്ലൊരു പൈസ അയച്ചിട്ടുള്ള കുട്ടിയാ. നീ അയച്ചു വിട്ടാണ്ടാവും അല്ലേ? അയച്ചു വിട്ടില്ലെങ്കിൽ ഇവിടെ കറി ഉണ്ടാക്കണ്ട. എന്തെങ്കിലും ഉള്ള ചമ്മന്തി കുറച്ച് കഴിച്ചാൽ മതി. പിന്നെ പപ്പായും ഫ്രൂട്ട്സ് ഒക്കെ എനിക്കും അച്ഛനും കഴിക്കാൻ മേടിച്ചതാ. ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ലാണ്ട് പറ്റില്ല. നീ ഇവിടെ ഉള്ളത് കഴിച്ചാൽ മതി. കുറച്ച് മുളക് ചൂട് ചമ്മന്തി ആയിരിക്കും. നിന്റെ ഭർത്താവ് പൈസ അയക്കട്ടെ, അപ്പൊ കറി ഉണ്ടാക്കാം. ഇതേ ഞങ്ങൾക്ക് കഴിക്കാനാ, എനിക്ക് കഴിക്കാനല്ല. ഏട്ടാ, എന്താ പറയാണ്ട്? ഏട്ടനോ? ആങ്ങൾ വിളിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലേ? ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനാ? മോനെ, നീ എന്താ പറയാതെ വന്ന്? മോളെ, നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നവൻ, നീ എന്താ അമ്മന്റെ അടുത്ത് പറയാത്തത്? മോനെ, ഞങ്ങൾ പപ്പായ കഴിച്ചുകൊണ്ടിരിക്കുക, അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞ പമ്മ ഇരുന്നതാ. വാ മോനെ, നീ എന്താടാ പറയാതെ വന്നത്? എത്രയായി കണ്ടിട്ട് 2-3 മാസമായില്ലേ? പാവം എന്റെ കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. വാ മോനെ, ഇരിക്ക്. മതി, നിർത്ത്. എന്റെ അമ്മയ്ക്ക് എന്താ ഇങ്ങനത്തെ ഒരു സ്വഭാവം വന്നത്? ഞാൻ എന്ത് വിശ്വാസത്തിലാണ് ഇവിടെ നിർത്തിപ്പോയത്? അവളിവിടെ അടിമപ്പണി അടുപ്പിക്കല. നീ എന്തൊക്കെയാടാ പറയുന്നത്? ഞാൻ ആ കുട്ടിന് ഒരു വാക്ക് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അവളാടാ പറഞ്ഞത് പഠിക്കാൻ ഇഷ്ടമല്ല അമ്മ, ഞാൻ പോകുന്നില്ല, ഞാൻ അമ്മയോട് ഇവിടെ ഇരിക്കുകയാണെന്നുള്ളത്.
ഞാൻ അവളോട് മോളെ നിന്റെ വീട്ടിൽ പോയി 2 ദിവസം ഇരുന്നിട്ട് വലിയ 10 ദിവസം മണി ഇരുന്നിട്ട് പോകണം, ഓടി പോകില്ലടാ, എനിക്ക് ഇവിടെയാണ് അമ്മ ഇഷ്ടം, അമ്മന്റെ ഒപ്പം ഇരിക്കാനും ഇഷ്ടം, ആ കുട്ടി ഇരുന്നതാടാ, നീ എന്താണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് അമ്മ വേണ്ടായില്ലേ? എത്ര പഠിപ്പിച്ച് ജോലി കഴിഞ്ഞ ഗൾഫിൽ കഴിച്ചത്, നീ വെറുതെയാണോ പഠിച്ചത്? ഇപ്പൊ അമ്മ വേണ്ടത്ര എന്തുമാത്രം നിന്റെ ഭാര്യ സ്നേഹിക്കുന്നത് ദൈവം എന്നെയാരും മനസ്സിലാക്കുന്നില്ലാലോ. അമ്മ ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട. നാളെ പുലർച്ചയ്ക്ക് എൻ്റെ ഫ്ലൈറ്റ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അച്ഛൻ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവളെയും കൂട്ടി നാളെ പോകും. വാ. നീ എന്താ ഇവിടെ നിൽക്കുന്നേ? സമയമില്ലേ? പോവാ. പാക്ക് ചെയ്തില്ലേ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മക്കളെ, നിങ്ങൾ പോയിട്ട് വരൂ. കേട്ടോ. അനുഭവിച്ചോടി, നീ അനുഭവിച്ചോ. നീ എന്താ കുട്ടിനെ അടിമ പണിയെടുത്ത് അവിടെ എത്തുന്നോ?